ശ്രീത്ത്, വളരെ പെട്ടെന്ന്, സമയപരിമിതിയുണ്ട്. നാളെ ഒരു ദിവസം എത്ര കണ്ട് നിർണായകം? വളരെ പെട്ടെന്ന്. എന്തായാലും സൈനികരും അതോടൊപ്പം തന്നെ ഈ ദൗത്യ സംഘവും വളരെ ആർജവത്തോടെയാണ് ഇന്ന് പ്രവർത്തിച്ചിരിക്കുന്നത്. പക്ഷേ ആ മഴയാണ് നിലവിൽ വില്ലനായി മാറിയിരിക്കുന്നത്. പക്ഷെ നാളെ വലിയ പ്രതീക്ഷയാണ് ഈ ദൗത്യത്തിനുള്ളത്. അതോടൊപ്പം തന്നെ കൂട്ടിച്ചേർക്കാനുള്ള ഒരു കാര്യം കൂടിയുണ്ട്. കാരണം ഈ എല്ലാവരും ഈ കർണാടക സർക്കാരിനെ മാത്രം വിമർശനത്തിന്റെ മുന്നിൽ നിർത്തുമ്പോഴും കേരളത്തിലും ഒരു സർക്കാരുണ്ട്. കാരണം ആ സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഒരു വ്യക്തി പോലും, ഒരു MLA പോലും ഈ പ്രദേശത്തേക്ക് തിരിഞ്ഞു നോക്കിയിട്ടില്ല. ഇന്ന് 7ാം ദിവസമാണ് ഈ മേഖലയിലേക്ക് തിരിഞ്ഞു നോക്കിയിട്ടില്ല. ഒരു മന്ത്രി വന്നിട്ടില്ല. ബാക്കി ആ പ്രദേശത്തെ മുഹമ്മദ് റിയാസ് ഉൾപ്പെടെയുള്ളവർ കോഴിക്കോടിന്റെ ചുമതലയുള്ളവരാണ്. ആ നാട്ടിലെ ഒരു യുവാവാണ് ഇത്തരത്തിൽ ഈ മണ്ണിനടിയിൽ കിടക്കുന്നത്. പക്ഷെ ആ പ്രദേശത്ത് ഞാൻ ആദ്യം വന്ന 3 ദിവസങ്ങളിൽ ഇത്തരത്തിൽ അർജുന്റെ ബന്ധുവായ ജിതിനും അതോടൊപ്പം തന്നെ ഇതിന്റെ ലോറി ഉടമ ഉൾപ്പെടെയുള്ളവർ ഇവിടെ ദയനീയമായി നിൽക്കുകയാണ്. അവർക്ക് വേണ്ടി സംസാരിക്കാൻ ഒരു വ്യക്തിയില്ല. അവർ രക്ഷാദൗത്യം നടക്കുന്ന അങ്ങോട്ടേക്ക് പോകുന്നു, ഇങ്ങോട്ടേക്ക് പോകുന്നു. അത്തരത്തിൽ അങ്ങനെ ഒരു അലച്ചിലായിരുന്നു. ഇവർക്ക് വേണ്ടി സംസാരിക്കാൻ ആരുമില്ലാതെ ഒരു അവസ്ഥയുണ്ടായിരുന്നു. പക്ഷെ മാധ്യമങ്ങൾ ഇത് ഏറ്റെടുത്തതിന് ശേഷമായിരുന്നു അത്തരത്തിൽ വലിയ സമ്മർദ്ദമുണ്ടാകുന്നു. ഈ വലിയ സമ്മർദ്ദമുണ്ടായിട്ടും കേരളത്തിന്റെ ഭാഗത്ത് നിന്നും ആരും ഈ സ്ഥലത്ത് എത്തിയിട്ടില്ല എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട. പറയാതെ പോയതല്ല, ഇന്നലെയും ഈ വിഷയം ചർച്ച ചെയ്തതാണ്. ഒന്ന് ശ്രദ്ധിക്കുക, ഈ നിമിഷം വരെ ഒരു സർക്കാർ പ്രതിനിധി പോലും, അതായത് MVDയും പോലീസും ചെന്നതല്ലാതെ സർക്കാരിൻ്റെ ഒരു പ്രതിനിധി പോലും തൊട്ടടുത്ത ജില്ലയിലെ, കേരളത്തിൻ്റെ അങ്ങേയറ്റത്തുള്ള ജില്ലകളിലെ മന്ത്രിമാരുണ്ട്, ഒരാൾ പോലും അങ്ങേയറ്റ് തിരിഞ്ഞു നോക്കിയിട്ടില്ല എന്ന കാര്യം എടുത്തു പറയണം. ഏതായാലും സൈന്യം വന്നതോടെ കാര്യങ്ങൾ അപ്പാടെ മാറിയിട്ടുണ്ട്. ഏറ്റവും പ്രതികൂലമായ അവസ്ഥയിലും നന്നായി തെരച്ചിൽ നടത്താനും രക്ഷാപ്രവർത്തനം പുരോഗമിപ്പിക്കാനും അവർക്ക് കഴിഞ്ഞു. നാളെ ഒരു ദിവസം നിർണായകമാണ്. അത്യാധുനിക സംവിധാനങ്ങൾ സൈന്യമെത്തിക്കും. ചെന്നൈയിൽ നിന്നും പൂനെയിൽ നിന്നും റഡാറുകൾ കൊണ്ടുവരും. കരയിലും വെള്ളത്തിലും തെരച്ചിൽ നടത്താൻ ശേഷിയുള്ള ഡീപ്പ് സെർച്ച് മെറ്റൽ ഡിറ്റക്ടർ, മറ്റൊന്ന് ഗ്രൗണ്ട് പെനിട്രേഷൻ റഡാർ സംവിധാനം, അതായത് ഉത്തരാഖണ്ഡിലെ ടണൽ ദുരന്തത്തിൽ ഉപയോഗിച്ച് വിജയിച്ചതാണ്. ഇതൊക്കെയും നാളെ വരും. നാളെ ഒരു ദിവസം നിർണായകം. 7ാം നാൾ ഉയിർത്തെഴുന്നേൽപ്പ് പ്രതീക്ഷിക്കുന്നു, അതാഗ്രഹിക്കുന്നു കേരള ജനത, ആ കുടുംബം.